എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനും തരൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുന്നു. തൽക്കാലത്തേക്ക് പേരിട്ടിരിക്കുന്ന L365 എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്നത്. നമ്മൾ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർ നിർമ്മിക്കുന്ന സിനിമയാണ്. അപ്പം ലാലേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിനിമ 365 L365. അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല. ഇപ്പം ഇത് നമ്മളൊന്ന് പ്രതിപാദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം എന്നാന്ന് വെച്ചാൽ തരൺമൂർത്തിയും തുടരും എന്ന സിനിമയും. ഇപ്പം ലാലേട്ടനും തരൺമൂർത്തി ഒന്നിച്ച സിനിമയാണ് തുടരും എന്ന സിനിമ. തരൺമൂർത്തിയും തുടരും മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഈ സിനിമയും അത് ഡയറക്റ്റ് ചെയ്ത ആളും പ്രിയപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടതാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ്. ഇത് ഞാൻ പറയുന്നത് ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. തരൺമൂർത്തി എന്ന സംവിധായകൻ നമുക്കറിയാം. അദ്ദേഹം അതിനു മുമ്പ് തുടരും എന്ന സിനിമ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത 2 സിനിമകളും കൊമേഴ്ഷ്യലി വൻ വിജയമായ സിനിമകളല്ല, പക്ഷേ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടതും വിജയം കൈവരിച്ചമായ സിനിമകളായിരുന്നു. എങ്കിലും അത് വൻ സ്റ്റാറുകളൊന്നും ഇല്ലാത്ത ചെറിയ പടങ്ങളായിരുന്നു. അങ്ങനെ ആ 2 പടങ്ങൾ ചെയ്ത് അദ്ദേഹം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നും രജപുത്ര രഞ്ജിത്ത് തുടരും എന്ന സിനിമ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അത് കുറേ നാളത്തെ പ്രോസസ്സായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ കൂടെ പല ആൾക്കാരോടും കഥ പറഞ്ഞെടുത്ത് ഡയറക്ടേഴ്സ് പലരും വന്നു, പലരും മാറി, ഏറ്റവും ഒടുവിൽ തരൺമൂർത്തിയിൽ എത്തുകയായിരുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പം അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പറയുന്നില്ല. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ തുടരും എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. തുടരും എന്ന സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പോലും ലാലേട്ടൻ ഫാൻസിനോ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു പുതിയൊരു സിനിമയുടെ അനൗൺസ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷകളില്ലായിരുന്നു. പ്രതീക്ഷയില്ല എന്നല്ല, എന്നാലും വലിയൊരു പ്രതീക്ഷകളിലേക്ക് പോവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ സിനിമയുടെ ട്രെയിലർ വന്ന സമയം മുതൽ ആ സിനിമയ്ക്ക് എന്തോ ഉണ്ട്, എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം ലാലേട്ടന്റെ അതുവരെ ഇല്ലാത്ത ഒരു ഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു. ഇതിലാണ് ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ തുടരും എന്ന സിനിമയും തരൺമൂർത്തിയും എത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നു മലയാള സിനിമ പ്രേമികൾക്ക് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ തുടരും ഡേറ്റ്. അപ്പം ഈ ടീസർ വന്നതോടുകൂടി എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ വരുന്നു. ഇതിലെന്തോ ഉണ്ട്, എന്തോ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ വരുന്നു. അങ്ങനെ ആ സമയത്തും സംവിധായകനായ തരൺമൂർത്തി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു സാധാരണ സിനിമയാണ്, ഇതൊരു ചെറിയ സിനിമയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ അതുവരെ മലയാളികൾ കണ്ട ലാലേട്ടനായിരുന്നില്ല ആ സിനിമയിൽ, അല്ലേ? അതുവരെ ലാലേട്ടനെ മറ്റുള്ള സംവിധായകർ ഉപയോഗിച്ചിരുന്ന രീതിയിലല്ല തരൺമൂർത്തി ഉപയോഗിച്ചത്. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ആ സിനിമ തുടരും എന്ന സിനിമ 200 കോടി കളക്ട് ചെയ്തു. എന്നതിനപ്പുറം കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്തു. ഇത് കളക്ഷന്റെ കാര്യം അതല്ല ഞാൻ പറയാൻ വന്നത്. പക്ഷേ അപ്പോഴും തുടരും എന്ന സിനിമ മലയാള സിനിമ പ്രേമികൾക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് പ്രിയപ്പെട്ടതാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിനു മുമ്പ് വരെ ലാലേട്ടൻ സിനിമകൾ അത്രത്തോളം വലിയ വാണിജ്യപരമായിട്ട് വൻ സിനിമകളായിരുന്നില്ല, അല്ലെങ്കിൽ വൻ വിജയം നേടിയ സിനിമകളില്ലായിരുന്നു. നേര് പോലുള്ള സിനിമകളൊക്കെ വന്നു എന്ന് പറഞ്ഞാലും, മലൈക്കോട്ടെ ബാലിവൻ പോലുള്ള സിനിമകളൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അതിൽ നേര് മാത്രം അത്യാവശ്യം നല്ലൊരു വിജയം നേടി. മലൈക്കോട്ടെ ബാലിവനും അതുപോലുള്ള സിനിമകളൊന്നും തന്നെ അങ്ങനെ വാണിജ്യപരമായിട്ട് വൻ വിജയങ്ങൾ നേടാത്ത സിനിമയായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ലാലേട്ടൻ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ലാലേട്ടന്റെ അഭിനയം കൈമോശം വന്നു, അല്ലെങ്കിൽ ലാലേട്ടന് അഭിനയിക്കാൻ അറിയില്ല, ലാലേട്ടന്റെ അഭിനയത്തിനുള്ള ശേഷി പോയി, ലാലേട്ടന്റെ മുഖം വലിഞ്ഞു മുറുകി എന്ന് തുടങ്ങി വൻ ആരോപണങ്ങളായിരുന്നു ലാലേട്ടൻ ഹേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തുടരും എന്ന സിനിമ വന്നതോടുകൂടി ആ ഹേറ്റേഴ്സിനെല്ലാം ഉള്ളൊരു മറുപടിയായിരുന്നു, ലാലേട്ടന്റെ അഭിനയസിദ്ധി എങ്ങും പോയിട്ടില്ല എന്നുള്ളതിനുള്ള മറുപടിയായിരുന്നു. ഒപ്പം തന്നെ തരൺമൂർത്തി എന്ന സംവിധായകൻ വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്, ലാലേട്ടൻ എന്നൊരു സൂപ്പർ സ്റ്റാറിനെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന്, പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനായിട്ട് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തരൺമൂർത്തി കൃത്യമായിട്ട് ലാലേട്ടനെ അവതരിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? അതുവരെ ലാലേട്ടനെ സംവിധായകർ ഉപയോഗിച്ചിരുന്ന രീതിയിൽ നിന്നും മാറി ലാലേട്ടനെ എല്ലാ രീതിയിലും, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ച ഒരു സംവിധായകനായിരുന്നു ആ സമയത്ത് തരൺമൂർത്തി എന്ന സംവിധായകൻ.
അദ്ദേഹം വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതാണ്: ലാലേട്ടനെ വേണ്ട വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു മറ്റു സംവിധായകർക്ക്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ തുടരു എന്ന സിനിമയും ഒപ്പം തന്നെ തരൺമൂർത്തി എന്ന സംവിധായകനും മലയാള സിനിമാ പ്രേമികൾക്ക്, അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസുകാർക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇപ്പം വീണ്ടും ലാലേട്ടനും തരൺമൂർത്തിയും ഒന്നിക്കുന്ന സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇപ്പോഴും ലാലേട്ടന് തരൺമൂർത്തിയുടെ കിട്ടുമ്പോൾ ഒരു ഫ്രഷ് ലാലേട്ടനെ കിട്ടിയ പോലെയാണ്. കാരണം ഇതുവരെ താടി വളർത്തിയ ഒരു ലാലേട്ടനെയായിരുന്നു നമ്മളെല്ലാം കണ്ട കുറേ സിനിമകളിൽ. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഗെറ്റപ്പ് ചേഞ്ച് വന്ന് മീശ പിരിച്ച ഒരു ലാലേട്ടൻ വരുമ്പോൾ, ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു ലാലേട്ടൻ വരുമ്പോൾ, അതും തരൺമൂർത്തിയുടെ കയ്യിൽ അദ്ദേഹത്തെ കിട്ടുമ്പോൾ, ആ സിനിമയും വേറെ ലെവലിൽ തുടരുവിൻ്റെ മുകളിൽ ചെയ്തു വെക്കുന്നതിൽ ഒരു സംശയമില്ല. കാരണം ലാലേട്ടനെ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സംവിധായകനാണ് തരൺമൂർത്തി. അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാലേട്ടനും തരൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുമ്പോൾ വീണ്ടും തുടരും പോലെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വമ്പൻ ഒരു വിജയം മലയാളികൾക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ കിട്ടും. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.